ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ ആരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ ബ്രദറിൻ്റെയാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇത് ഇപ്പം 4-മത്തെ 5-മത്തെ ബർത്ത്ഡേ ഫംഗ്ഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ചേട്ടൻ്റെ ബ്രദറിൻ്റെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി. ഇപ്പോൾ വരും. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. നൈറ്റാണ് നമ്മൾ ഫംഗ്ഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാണ് ഇന്നത്തെ. ഈ ഡ്രസ്സ് അന്ന് നമ്മൾ കൊല്ലങ്കോട് തൂക്കത്തിന് പോയില്ലേ, അവിടെ നിന്ന് വാങ്ങിയതാണേ. അടിപൊളിയാണ്. വില നല്ല കുറവാണ്, പക്ഷേ നല്ല രസമാണ് ഇടാനൊക്കെ. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. ഞാനും ബാബയും സ്കൂട്ടിയിലാണ് പോകുന്നത്, കുറച്ച് അപ്പുറത്താണ്. അപ്പം ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 10 മണിയൊക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്കും അണ്ണൻ്റെ വീട്ടിലോട്ട് എത്തി. അപ്പോൾ അവർ ഏകദേശം ഗേറ്റൊക്കെ പൂട്ടി ചോറൊക്കെ കഴിക്കുമായിരുന്നു. കിടക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ആയിട്ടാണ് പോയത് കേട്ടോ, കേക്കുമായിട്ട്. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ അണ്ണൻ. ചേട്ടൻ്റെ അണ്ണൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ പോയപ്പോൾ തന്നെ അണ്ണനും അമ്മയും പിന്നെ അണ്ണൻ്റെ മോളും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. വാവയൊക്കെ എടുത്ത് കളിപ്പിച്ച് അകത്തോട്ട് പോവുകയായിരുന്നു. ഞാനാ പുതിയ ഉടുപ്പൊന്നും എന്നെ പറഞ്ഞേ. അങ്ങനെ ഞങ്ങൾ കേക്കും ഗിഫ്റ്റും ഒക്കെ ആയിട്ട് അകത്തോട്ട് പോയി. നമ്മൾ അണ്ണനൊരു ഷർട്ടാണ് വാങ്ങിച്ചു കൊടുത്തത് ഗിഫ്റ്റായിട്ട്. പിന്നെ ഇതാണ് അണ്ണൻ്റെ വൈഫ്. എല്ലാവരും നേരത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി ഒരു മോനും കൂടെ ഉണ്ട്. പോയ ഉടനെ തന്നെ നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ആയിരുന്നു. വീട്ടിലെ വിശേഷങ്ങളും അതൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് മറ്റേ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു കൂടുതലും ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ കേക്കൊക്കെ നോക്കി അതിനെ പറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ സർപ്രൈസ് ആയിട്ടൊക്കെയല്ലേ പോയത്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ആയിരുന്നു കൂടുതൽ ചർച്ച. അങ്ങനെയൊക്കെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഇടയ്ക്കൊക്കെ മാത്രമല്ല ഇങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൊടുത്തുള്ളൂ. ചേട്ടന് എന്തായാലും ജോബൊക്കെ ഉള്ളതുകൊണ്ട് പോയിട്ട് വരുമ്പോൾ ലേറ്റാവും. അപ്പോൾ ഇങ്ങനെ അധികമൊന്നും ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കാനൊന്നും സമയം കിട്ടാറില്ല. ഇന്ന് കുറേ അധികം നേരം ഇരുന്ന് സംസാരിക്കാനായിട്ട് സമയം എന്തായാലും കിട്ടി. പക്ഷേ വീട്ടിൽ പോയപ്പോൾ ലേറ്റായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് നല്ല രസമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഓരോരുത്തരുടെ പിറന്നാൾ ഡേറ്റ് ഓർത്ത് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കേക്കോ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലായിരുന്ന സമയത്തും ഞാൻ ഇതുപോലെ ഓർത്ത് വെച്ചിരിക്കും. അപ്പോൾ ഇവിടെ വന്നപ്പോഴും എനിക്ക് അത് തന്നെയാണ് പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകാനായിട്ട്. നമ്മളൊരു ഗിഫ്റ്റും അല്ലെങ്കിൽ ഒരു കേക്കുമായിട്ടൊക്കെ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം സന്തോഷമൊക്കെ പങ്കുവെച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിരിയുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം.